ഏവരെയും ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ എം.വി. വർഗീസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഇടവകയായ കുവൈറ്റ് മാർത്തോമ പാരീഷിൽ ഇപ്പോൾ 4500 പരം അംഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും മറക്കുവാൻ സാധിക്കത്തില്ല. 48ാമത് ഡേയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജോൺ തോമസ് സാറാകുന്നു. 1940 ഈ കുവൈറ്റിലേക്ക് ഫലഭാഗങ്ങളിൽ നിന്നും ജോലി തേടി വന്ന മാർത്തോമാസികൾ ഒരു സമൂഹമായ ഈ ഇടവക 1961 രൂപീകരിക്കുവാൻ ഇടയായി. അതിനുശേഷം പടിപടിയായി വളർന്ന് നമ്മുടെ വലിയൊരു ഇടവകയായി തീരുവാൻ സാധിച്ചു. എല്ലാവരും കടന്നു വന്നു നമ്മുടെ 10ാമത്തെ ഇടവ ദിനത്തിന്. നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ സ്വാഗതം ചെയ്യുകയാകുന്നു. നിൽക്കാം, മുന്നോട്ട് നയിക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ അവസരത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ സംഹരിക്കുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് കുവൈറ്റ് മാർത്തോമ ഇടവകയുടെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജോൺ തോമസ് ആകുന്നു. വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ സമ്മിശ്ര വികാരങ്ങൾക്ക് അടിമയായിക്കൊണ്ടാവുന്നു ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇവയുടെ 28 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഇടവക ശുശ്രൂഷയ്ക്ക് 2000 ഹോളിൻപോലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവയുടെ ചരിത്രത്തിൽ ഇതും ഒരു ഹോളിന്റെ ഉള്ളിൽ തന്നെ 2000-ലധികം ഇരിക്കുന്നു. പുറകിൽ വാതുമായി മറ്റനേകം ആളുകൾ നിൽക്കുന്നത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ അവസരത്തിൽ സാധ്യമല്ല. എന്നാൽ 2010 നവംബർ മാസത്തിൽ 47ാമത്തെ ഇടവ ദിനം ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ 1 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാവുന്നു ഇടവകയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇന്നും അജ്ഞാതമായ ചില കാരണങ്ങളുണ്ട്. തികച്ചും അജ്ഞാതമായ ചില കാരണങ്ങളുണ്ട്. കുവൈറ്റ് മാർത്തോമ ഇടവക അല്ലെങ്കിൽ ഈ കുവൈറ്റിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റ ചില പ്രവർത്തനങ്ങൾ നാം വന്നു. എന്നാൽ ആ തീരുമാനങ്ങളോട് മാനസികമായി യോജിക്കുവാനായിട്ടുള്ള മാനസികമായി അതുമായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രിയപ്പെട്ടവരാകുന്നു കുവൈറ്റ് മാർത്തോമ ഇടവകയുടെ പേരിൽ തന്നെ മാറി നിൽക്കുന്നത്. മാർത്തോമ സഭ വിശ്വാസികളല്ലാഞ്ഞിട്ടല്ല, പൂർണ്ണമായി ആത്മാഭിമാനക്കാരായാവുന്നു ഈ മെറീനാഹോത്തെ ആരാധിക്കുന്നത്. മാർത്തോമ മെത്രാപ്പോലീത്തയെയും മാർത്തോമ സഭയുടെ മന്ത്രിമാരെയും ആദരിച്ചുകൊണ്ടാകും. മാർത്തോമ സഭയിലെ മുഴുവൻ വൈദികരെയും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും ആത്മാഭിമാനമുള്ള മാർത്തോമക്കാരായി മാർത്തോമ സഭയുടെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കാലത്തും മാർത്തോമ സഭയുടെ ആചാരങ്ങളിൽ നിന്ന് പിൻപോട്ട് പോകാനോ മാർത്തോമ സഭയുടെ ധന്യമായ പാരമ്പര്യവും പൈതൃകവും വിമോശം വരുത്തുവാനോ ഈ ജതി ഒരു കാരണവശാലും തയ്യാറാകില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാവുന്നു ദൈവത്തെ ആരാധിക്കുവാനായി മെറീനായിൽ കടന്നു വരുന്നത്. വലിയവനായ ദൈവം കഴിഞ്ഞ 11 മാസങ്ങൾ നമ്മെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. എങ്ങനെ പോകും നയിക്കേണ്ടത് എന്ന് ചഞ്ചലപ്പെട്ട അവസരങ്ങളിലൊക്കെ ദൈവം ബലപ്പെടുത്തി. രാവിലെ കേട്ട പോലെ സ്വർഗത്തിലെ ദൈവം ജയോത്സവമായി വരെ നമ്മെ കൊണ്ടെത്തിച്ചു. കുവൈറ്റ് മാർത്തോമ ഇടവകയുടെ 48ാമത്തെ ഇന്ന് ആഘോഷിക്കവണ്ണം ദൈവം നമ്മെ പ്രാപ്തരാക്കി. ആ വലിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രതിസന്ധി നമ്മളെ തളർത്തുവാനല്ല, പ്രതിസന്ധികൾ നമ്മെ വളർത്തുവാനാണ്. ആ വലിയ പ്രതിസന്ധികൾ നമ്മെ വളർത്തും. പ്രതിസന്ധികൾ ദൈവത്തെ ഉറക്ക വിളിക്കാൻ, വിശ്വാസം കുറെ കൂടി ബലപ്പെടുത്തുവാൻ പ്രതിസന്ധികളും പ്രയാസം നമ്മളെ സഹായിക്കും. ആ വലിയ വിശ്വാസത്തോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുൻപേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നത് പോലെ ദൈവത്തിന്റെ വലിയ വചനങ്ങൾ ഹൃദയസ്ഥമാക്കുവാനും മനസ്സിലാക്കുവാനും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധാരാളം അവസരം ലഭിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർക്ക്
ശാരീരികമായി, മാനസികമായി, ആത്മീകമായി നൽകുവാൻ സാധിക്കുന്ന പ്രവർത്തന പരിപാടികളുമായി മുൻപേറുവാൻ മാർത്തോമ ഇടവകയെ സർവശക്തൻ എല്ലാ നന്മകളും ഇടവകയുടെ മേൽ ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കടന്നു നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി, സ്നേഹം അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. This occasion of this evening, the inauguration of 48th parish celebrations of Kuwait Parish. Request Reverend Justin Devadas, presbyter of Tamil congregation, to do us the work by light creation lamp. May I also invite in the diet to join the event. We are in a wonderful time of celebration. Parish Day celebration. It's a day of remembrance. Remembering the time of inception. Remembering the time of our leaders. Remembering their staunch faith. It's a time of remembrance. This day is also a time of thanksgiving. Thanksgiving celebration. I am very glad to note that this Marthoma congregation is one of the earliest congregations in it to start a church in this area. During its spiritual journey of all these 7 years, God in using this as His instrument to give life to this community, this congregation and around Kuwait. I wish and pray God's mercy and blessings in ahead to heal the wounded, to comfort the distressed, and to nourish the needy. May our Lord guide the office bearers, the executive committee members, and the congregation, life, vision, and victory. Our Lord and Savior Jesus Christ. With these words, I inaugurate the celebration for the glory of our Lord and also for the extension of God's kingdom in Kuwait. God bless us all. Amen.
മുല്ലപ്പെരിയാർ ഒരു ജലബോംബ്.